നമ്പർ ഓഫ് ഇൻബൗണ്ട്. പക്ഷെ നിങ്ങൾ ശരിക്കും ഇപ്പൊ ക്ലയന്റ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കുകയാണെങ്കിൽ അത് ലിങ്ക്ഡിൻ ഭയങ്കര ഷെയർ ഉണ്ട്. പിന്നെ ക്ലയന്റ് റെഫറൽസ്, പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. നമുക്കൊരു 14,700 ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉണ്ട് ബ്ലൂ സ്റ്റീക്കിന്. സോ അതിൽ ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പം ഒരു ജിമ്മിൽ പോകുമ്പോൾ ജിം ഓണർ ഭയങ്കര ഒബീസ് ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ ട്രസ്റ്റ് ചെയ്യുമോ ഷാൻ? കറക്റ്റ്. അപ്പൊ ഞാൻ കുറെ ഏജൻസീസിനെ അങ്ങനെ ഇങ്ങനത്തെ ഒക്കെ പറയുന്നുണ്ട്. അവര് ഭയങ്കരമായിട്ട് ചെയ്തു കൊടുക്കും, ക്ലയന്റിന് ചെയ്തു കൊടുക്കുന്നു പറയുന്നുണ്ട്. പക്ഷെ അവരുടെ അക്കൗണ്ടിൽ പോയി നോക്കുമ്പോൾ ഭയങ്കര പണ്ടത്തെ പോലത്തെ ഡിസൈൻസും ഐ വിൽ ഡു SEO ഫോർ യു ഇങ്ങനെ അങ്ങനത്തെ ടെംപ്ലേറ്റ് സാധനങ്ങളൊക്കെ ഇടുന്നത്. സോ ഞങ്ങൾ പണ്ടേ തൊട്ട് അതിൽ ഫോക്കസ് ചെയ്യുമായിരുന്നു. ലൈക്ക് നമ്മൾ പറയുന്ന കാര്യം വാക്ക് ദ ടോക്ക്. ഞങ്ങള് വൈറൽ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുവാണ്. കഴിഞ്ഞ ഒരു മാസം ഞങ്ങൾ ഉണ്ടാക്കിയ റീലിന് 1.4 മില്യൺ വ്യൂസ് ആയി. ഇപ്പം ഞങ്ങളുടെ ഓഫീസിൽ വെച്ച് നടന്ന ഒരു സാധനം ഞങ്ങൾ റീലാക്കി ഇട്ടതാ. ദാറ്റ് മീൻസ് ലൈക്ക് വി നോ ദ ഗെയിം. അതിന് മുമ്പ് അതാണ് the best way to convince the client is you go and look at our profile and look at our client's profile and then അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ വന്നോളൂ. അതെ അതെ. അപ്പൊ അതൊരു ചാനലാ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയും റീൽസ് ഒക്കെ കണ്ട ആൾക്കാർ വരുന്നത്. ഓക്കെ. പക്ഷെ വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പം ജെയ്സൺ പറഞ്ഞല്ലോ, പിന്നെ കെയർലൈറ്റ്സ് ആണ് ജെയ്സന്റെ കസ്റ്റമേഴ്സ്, ജെയ്സൺ നോക്കുന്ന കസ്റ്റമേഴ്സ്. അത് പുറത്തായിരിക്കും അവരുടെ ബിസിനസ്, അകത്തായിരിക്കും. പക്ഷെ ഈ ബിസിനസ് ഓണേഴ്സ് ഒക്കെ ലിങ്ക്ഡിനിലുണ്ടോ? എൻ്റെ ഒരു അനുഭവത്തില് ലിങ്ക്ഡിനിലുണ്ട്. എൻ്റെ POV ഇവര് ഇപ്പം ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നപ്പം എല്ലാവരും ഒരു ഓൾട്ടർനേറ്റീവ് സോഷ്യൽ മീഡിയ നോക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം മാത്രമല്ലാതെ ഒരെണ്ണം കൂടെ വേണം. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും അല്ലാതെ ലിങ്ക്ഡിൻ ആണ്. ഇപ്പൊ ഈ ലിങ്ക്ഡിൻ ഉപയോഗിക്കുമ്പോൾ ഇവർക്കൊരു ഫീലിംഗ് കിട്ടും, ഇവർ പ്രൊഡക്റ്റീവ് ആണ്. ലൈക്ക് ഐ എം നോട്ട് വേസ്റ്റിംഗ് മൈ ടൈം. കറക്റ്റ്. ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് യൂട്യൂബിൽ സ്ക്രോൾ ചെയ്ത് ഇനി ലെറ്റ് മീ ചെക്ക് ലിങ്ക്ഡിൻ എന്നുള്ളൊരു സ്പേസിലോട്ട് ലിങ്ക്ഡിൻ വന്നിട്ടുണ്ട്. ആൻഡ് ഐ ബിലീവ് ദാറ്റ് പാസീവായിട്ട് ഒത്തിരി പേര് ലിങ്ക്ഡിൻ ഉപയോഗിക്കുന്നുണ്ട്. പാസീവായിട്ട് എൻ്റെ ഫ്രണ്ട്സ് അവർ ആക്റ്റീവേ അല്ല ലിങ്ക്ഡിനിൽ, പക്ഷെ അവർ പറയാറുണ്ട് എൻ്റെ സാധനം കാണാറുണ്ടെന്ന്. ദേ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ലൈക്കോ കമന്റോ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ഒത്തിരി യൂസേഴ്സ് ഉണ്ട്. അതായത് ഇങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കുന്ന ഇതില്ലേ. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിള് ഞങ്ങളിപ്പം കേരള PHന്റെ സെയിൽസ് ഡിന്നർ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ ടീമുണ്ട്, നാജി, റാഷിയോ, ഇവരൊക്കെ അറിയായിരിക്കും, ഇവരൊക്കെ അറിയാം. അപ്പൊ അവരെങ്ങനെ എന്നെ അറിയാം? അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനാണ് നിങ്ങളോട് എല്ലാ ആഴ്ചയും വീഡിയോ ഇടാൻ പറയുന്നതെന്ന് ഇപ്പൊ മനസ്സിലായോ? ഞാൻ ബാക്കിൽ നടക്കണം. ഇത് ചിരിക്കണുണ്ടല്ലോ രണ്ടും. എനിക്കറിയാം ഇവര് നിങ്ങളെ മറ്റേ വീക്ക്ലി അപ്ഡേറ്റ് പോലത്തെ വീക്ക്ലി അപ്ഡേറ്റ്. ഇത് എത്ര പിന്നാലെ നടക്കണം അറിയോ? ഇടൂല. ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ കമ്പനിക്ക് അഡ്വാൻറ്റേജാ, പക്ഷെ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് അവർക്കാ. പക്ഷെ അത് മീൻസ് ഞാൻ മനസ്സിലാക്കിയപ്പോ ജെയ്സൺ ലിങ്ക്ഡിൻ തുടങ്ങിയപ്പോ എന്താ ചെയ്തത്? ആഴ്ചയിൽ ഒരെണ്ണം ഇടണം, പിന്നെ ആഴ്ചയിൽ 2 3 ഇപ്പൊ ഡെയിലി ഇടല്ലേ. ഇതേ പ്രോസസ്സാണ് ഞാനും ചെയ്യുന്നത്. പക്ഷെ ആ ഡെയിലി ഇടുന്നത് മുന്നോട്ട് കൊണ്ടുപോകല്ലാണ്ട് ബാക്കിലേക്ക് ഇറങ്ങരുത്. അതായത് ഇനി വേണ്ട 2 ദിവസം കൂടും. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ പോഡ്കാസ്റ്റ് നമ്മൾ ആദ്യത്തിൽ വളരെ ഇറഗുലർ ആയിരുന്നു, ഇങ്ങനെ ഷൂട്ടിങ് നമ്മൾക്കൊരു ഹോബി ആയിരുന്നു. അത് കഴിഞ്ഞ് ഇത് വളരെ സീരിയസ് ആവാൻ തുടങ്ങി. ആൾക്കാരൊക്കെ കുറേ മെസ്സേജ് അയക്കാൻ തുടങ്ങി. പറഞ്ഞു ഇനി നമ്മൾ സീരിയസ് ആയി പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ എല്ലാ സാറ്റർഡേയും 5 PM വി വിൽ റിലീസ്. എൻ്റെ അടുത്ത് ചെയ്ത 5 PM എങ്ങാനും അത് പോയിട്ടില്ലെങ്കിൽ എന്നെ പോലെ വൃത്തിയിട്ട. കാരണം അത് ഷാൻ്റെ ഞാൻ പഠിച്ച കാര്യം, ലൈക്ക് ജസ്റ്റ് സ്റ്റാർട്ട് തിങ്സ്. ലൈക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റിലും സ്റ്റാർട്ട് ചെയ്ത് വെക്കാന്നുള്ളത്. അതായത് ഇപ്പം ഞങ്ങളും അങ്ങനെയുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്. ഇതേ സെറ്റപ്പ് ഒന്നും അല്ല. ഇപ്പൊ നജി അത് കണ്ടപ്പം എന്നോട് കുറെ അഡ്വൈസ് ഒക്കെ തന്നെ കറക്റ്റ് കാര്യങ്ങളാ. പക്ഷെ മൈ എയിം ഇസ് ദാറ്റ് ഞങ്ങളുടെ ക്ലയൻസ് ഈസ് ബിസിനസ് ഓണേഴ്സ് ഹു ഹാവ് സ്റ്റോറീസ് ടു ടെൽ. അവരായിട്ട് റാൻഡംലി ഒരു മീറ്റിംഗ് ചോദിക്കുന്നതിനേക്കാളും നല്ലത് ഒരു മീറ്റ് ചെയ്യാവോ ചോദിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ഞങ്ങൾക്കൊരു പോഡ്കാസ്റ്റ് ഉണ്ട്, നമുക്കൊന്ന് പോഡ്കാസ്റ്റിൽ ഇൻവൈറ്റ് ചെയ്താൽ ദേ വിൽ ഓൾസോ ഫീൽ ഓക്കെ ആസ് എ ഗസ്റ്റ്. നമുക്ക് 1 മണിക്കൂർ സംസാരിക്കാം അവരായിട്ട്, അവരുടെ ഇൻസൈറ്റ്സ് കിട്ടും, there is a connection. കറക്റ്റ് അല്ലേ? ഒരു ഡൗട്ട്. പക്ഷെ ഞങ്ങളുടെ സെറ്റപ്പ് ഒക്കെ ഞാൻ പറഞ്ഞു എൻ്റെ 10ന്റെ കാശില്ല ഇത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഞങ്ങളത് ഒന്നാമത്തെ ഏജൻസി ഉണ്ട്, അക്കാഡമി ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അതിന്റെ സൈഡില് ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. ലൈക്ക് അല്ല ഞാൻ ഇത് ആക്ച്വലി ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയത് ഇപ്പൊ നിഹാൽ ബ്ലൂ ടൈഗറിന്റെ നിഹാൽ തന്നെ വെറുതെ നമുക്കൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്താലോ, കുറച്ച് ഐഡിയാസ് ബ്രെയിൻ സ്റ്റോം കുറച്ചായി കഫേയിൽ. അപ്പൊ ഞാൻ കഫേയിൽ ഇരുന്ന അതിന്റെ മുമ്പ് ഞാൻ ഈ എക്സൽ എക്സ്പേർട്ട് ആയിട്ടുള്ള അടുത്തുണ്ട് അൽഫാനായിട്ട് ഞാൻ 2 മണിക്കൂർ സംസാരിച്ച്. ഞാൻ അന്ന് റാഷിദിനോട് പറഞ്ഞിരുന്നു, പിന്നെ എടാ നമ്മളിങ്ങനെ സംസാരിച്ച് നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ട്, പക്ഷെ ഇത് നമുക്ക് ബാക്കിയുള്ളവർക്ക് കൊടുത്തൂടെ? ഇതേ സാധനം നിഹാൽ തുടങ്ങി. നിഹാൽ ഇതൊന്ന് ഷൂട്ട് ചെയ്താൽ അന്ന് ക്യാമറ ഉണ്ട് നമ്മളെടുത്ത്.
ഫോർ സം റീസൺ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, അവൻ്റെ അടുത്ത് ക്യാമറ അത് ഷൂട്ട് ചെയ്യുക, അങ്ങനെ തുടങ്ങിയ പോഡ്കാസ്റ്റ് അത്. പക്ഷെ അത് കയറി ക്ലച്ച് പിടിച്ച് കൊള്ളാലോ പരിപാടി. അപ്പം നമ്മളപ്പോഴേ നമുക്ക് അറിയാം നമ്മൾ സംസാരിക്കുന്ന എല്ലാ സാധനങ്ങളും ആക്ച്വലി ഭയങ്കര വാല്യുബിൾ ആണ്. പക്ഷെ ഇതാരും പറയില്ല, നമ്മൾ ഒക്കെ 1 to 1 ആണ് സംസാരിക്കുന്നത്. സോ അത് എന്തുകൊണ്ട് പോഡ്കാസ്റ്റിൽ പറഞ്ഞുകൂടാ? അങ്ങനെ ഇത് കൺസിസ്റ്റന്റ് അടുത്ത ലെവലിലേക്ക് സാധനം വന്ന്. കറക്റ്റ്, എവിടെയെങ്കിലും തുടങ്ങാൻ കറക്റ്റ്. അത് പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്ന്, എനിക്ക് നിങ്ങൾ കൺസൾട്ടൻസി ഫീ ഒത്തിരി ഫീഡ്ബാക്കും കാര്യങ്ങള് കറക്റ്റ് നമ്മളെ വളരെ ഏർലി ടൈമിലല്ലേ നമ്മള് ഇതാക്കിയേ. എനിവേസ് അതിപ്പോ ഞാൻ വേറെ വില്ലേക്കാം. ഇപ്പൊ എനിക്ക് അറിയാം വക്കീൽ നോട്ടീസ് ഒക്കെ അയക്കാൻ പറ്റുമോ. ഓക്കെ, അപ്പോ ഓക്കെ, ഇത് നല്ല എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ലിങ്ക്ഡിൻ തന്നെയാണ് വളരെ അണ്ടർ റേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ അക്കാഡമി തുടങ്ങി അല്ലേ? എങ്ങനെയാണ് അക്കാഡമിയിലേക്ക് എത്തിയത്? അതും എന്താ, ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ അക്കാഡമി തുടങ്ങണം എന്നല്ല, ഞങ്ങളൊരു ഗ്യാപ്പ് അല്ല, ഒരു പെയിൻ പോയിന്റ് ആണ്. പെയിൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്നൊരു ഹയർ ചെയ്യാൻ നോക്കുമ്പം വേറെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിച്ചിട്ട് സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ആൾക്കാർ അപ്ലൈ ചെയ്യും. പക്ഷെ ഇന്റർവ്യൂവിൽ ഞങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ഒത്തിരി വർഷം ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, അവർക്കൊരു അക്കാഡമിയിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പം ആഡ്സ് റൺ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ആഡ്സ് റൺ ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പ്രൊഫസർ. റൈറ്റ്, അപ്പം അതെങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റർ ആകുന്നതെന്ന്. അപ്പം ഞങ്ങൾ അവിടെ പ്രാക്ടിക്കലായിട്ട് അപ്പോൾ ചെയ്യാതെ എങ്ങനെ, അതിനിച്ചിട്ട് പാടാ, ലൈക്ക് സ്പെൻഡ് ചെയ്യണല്ലോ. നമ്മളെ സ്കൂളിലും കോളേജിലൊക്കെ പഠിപ്പിക്കുന്നത് ബുക്ക് വെച്ച് വായിച്ചാൽ പോരെ. അതെ. പിന്നെ ഇത് പഠിപ്പിക്കുന്ന ആൾക്കാരും മേ ബി ജസ്റ്റ് അവരും ചെയ്യുന്നില്ലായിരിക്കും, ചെയ്തിട്ടുണ്ടായിരിക്കും പണ്ട്. അതായത് നമ്മളെ കോളേജ് അതേ പ്രോബ്ലം, മീൻസ് ആ പ്രോബ്ലത്തിന്റെ അടുത്ത ലെവല്. അതെ. കോളേജില് ഇപ്പം ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഞങ്ങൾക്ക് ഒരു മോഡ്യൂൾ ഉണ്ടായിരുന്നു, എന്താ ബിസിനസ്. എനിക്ക് ആ ക്ലാസ് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ക്ലാസ്സാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമാണ്. എൻ്റെ പ്രൊഫസർ നല്ല പ്രൊഫസറായിരുന്നു. ആക്ച്വലി എനിക്ക് കൂടുതൽ ബിസിനസ് ഇഷ്ടമുള്ളതുകൊണ്ട് ആ ഒരു സബ്ജക്ട് വരുമ്പോൾ ഞാൻ കൂടുതൽ അറ്റൻറ്റീവായിട്ട് ചെയ്യുന്നു. ബാക്കി എല്ലാവർക്കും ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ എന്നാലും പഠിപ്പിക്കുന്ന പ്രൊഫസർ ഹാസ് നെവർ ഡൺ ബിസിനസ് ഓർ റൈറ്റ്. തിയറി പറഞ്ഞു തരാൻ പറ്റും, അത് റിലേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ സ്റ്റിൽ ദർ ഇസ് എ ഗ്യാപ്പ്. പ്രാക്ടിക്കൽ നോളജ് ഇല്ല. അതെ. ഓക്കെ, ഞങ്ങൾ നോക്കിയപ്പോൾ ഓക്കെ, ഞങ്ങൾ ലൈവായിട്ട് 35 ക്ലയൻസുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്റർനാഷണലി. എല്ലാ സർവീസും കൊടുക്കുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ. ഞങ്ങൾക്ക് വി ഹാവ് ടു കീപ് അവർ സെൽഫ് അപ്ഡേറ്റഡ്, അല്ലാതെ ഞങ്ങൾക്ക് സർവൈവൽ ഇല്ല. കറക്റ്റ് അല്ലേ? ബിക്കോസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫാസ്റ്റിലാണ് മാറുന്നത്. അതെ. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറയുന്നത് വെച്ചാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ജോലിയില്ലേ, ലാപ്ടോപ്പ് ഉണ്ടോ, എന്നാൽ ഞാൻ എൻ്റെ അങ്കിളിന്റെ ബിസിനസ് ഞാൻ പ്രൊമോട്ട് ചെയ്ത് കൊടുത്തോളാം. യൂട്യൂബിൽ കയറി, കാരണം യൂട്യൂബിലെല്ലാം ഏറ്റവും ഇപ്പൊ പോപ്പുലർ ആയിട്ടുള്ള സെഗ്മെന്റ് ആണെന്ന് തോന്നുന്നു. വീട്ടിലിരുന്ന് ക്യാഷ് ഉണ്ടാക്കാം. അതെ, സോഷ്യൽ മീഡിയ ഏജൻസി ഉണ്ടാക്കി പാസീവായിട്ട് ക്യാഷ് ഉണ്ടാക്കാം. ഇപ്പോഴൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്, എനിക്കൊന്ന് ആൻഡ്രൂ ടൈറ്റ് ആണ്. ആൻഡ്രൂ ടൈറ്റിൻ്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ കോഴ്സ് സെല് ചെയ്യുക, അതായത് ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്, ഓപ്ഷൻസ് ട്രേഡിങ്, മറ്റേ സോഷ്യൽ മീഡിയ ഏജൻസി, ഡ്രോപ്പ് ഷിപ്പിംഗ് ഏജൻസി, ഇപ്പം AI ഏജൻസി എന്നാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് കാണുമ്പോൾ സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഒരു കോഴ്സ് അവരെടുക്കും. എടുത്ത് കഴിയുമ്പോൾ സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ ഒരു ഏജൻസി ഈസി ആയിട്ട് തുടങ്ങാം, നിങ്ങൾക്ക് ഒരു ക്ലയൻറ്റ് കിട്ടിയാൽ മതി, എന്നിട്ട് അത് ഔട്ട്സോഴ്സ് ചെയ്യാം, പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാന്ന് പറയും. ഇതൊക്കെ ഒത്തിരി ജെൻസി കാണുന്നുണ്ട്. ഇവര് നേരെ ഓക്കെ, എനിക്ക് വേറെ ജോലി ഉണ്ടെങ്കിൽ എനിക്ക് ലാപ്ടോപ്പ് മതി, ഒരു ക്ലയൻറ്റ് എടുക്കാം. ഒരു ക്ലയൻറ്റ് എടുത്ത് ആദ്യത്തെ ഒരു ദിവസമൊക്കെ എൻജോയബിൾ ആയിരിക്കും, പിന്നെ അങ്ങോട്ട് പെയിൻഫുൾ ആയിരിക്കും. അപ്പൊ അത് ഈസിയാന്ന് വെച്ചാൽ ഒത്തിരി പേര് കയറുന്നുണ്ട് ഇതിൽ. അപ്പം പ്ലെന്റി, എനിക്കൊന്ന് സപ്ലൈ ഉണ്ട് ഒത്തിരി, പക്ഷെ ക്വാളിറ്റി സപ്ലൈ കുറവാ, ക്വാളിറ്റി ഇല്ല. അപ്പം ഞങ്ങളപ്പം എന്നപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ, നമുക്ക് ഏജൻസിയിൽ ഒരു ചെറിയൊരു 5 സീറ്റും മിച്ചം ഉണ്ടായിരുന്നു എക്സ്ട്രാ കോൺഫറൻസ് റൂമിൽ. അവിടെ നമുക്ക് 5 സ്റ്റുഡൻസിനെ പയ്യെ വലിയ ഏജൻസി ആക്കുമോ അക്കാഡമി ആക്കുമോ ഒന്നും അല്ല ഇപ്പോഴത്തെ ലക്ഷ്യം. ഇപ്പൊ ലക്ഷ്യം ഒരു വർഷം മുമ്പ് 5 പേരെ എടുത്തു, ഓരോ ബാച്ചിൽ 5 പേരെ വെച്ചെടുത്തു. ഞങ്ങൾ കരിക്കുലം നല്ലതായിട്ട് സെറ്റ് ചെയ്തു, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത് ചെയ്തു. ഇവിടെ ചെയ്യുന്ന ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ഒരു സെപ്പറേറ്റ് ക്ലാസ് റൂമിലോട്ടായി. ഒരു 22 ഇടക്കിടക്ക് കാണാം എനിക്ക് എന്റെ സൂം കോളില് പല പേരുകളും. അപ്പൊ ഞാൻ സെബിനോട് ചോദിക്കും ഇതാരടാ, നിന്റെടാ. അപ്പൊ എനിക്ക് മനസ്സിലായത് അക്കാഡമിയിൽ വന്ന് പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്ന. പക്ഷെ ദാറ്റ് ഈസ് ഓക്കെ.
അപ്പൊ നിങ്ങളെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആക്ച്വലി അക്കാഡമി തുടങ്ങിയത്. അത് കഴിഞ്ഞ ബാച്ചിൽ ഞങ്ങൾ 3 പേരെ ഹയർ ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക്. എത്ര പേരാണ് നിങ്ങൾ കഴിഞ്ഞ ബാച്ച് ഇപ്പൊ സെപ്പറേറ്റ് ക്ലാസ് റൂം ഇല്ലാത്തത് കൊണ്ട് കഴിഞ്ഞ ബാച്ച് ആകെ 5 പേരെ ഉള്ളായിരുന്നു. 3 പേരെ ഞങ്ങൾ നോക്കിയപ്പം നല്ല കഴിവുണ്ട്, നമ്മുടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു പൊസിഷനിൽ, ഞങ്ങൾ എടുത്തു. അപ്പൊ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ 3 മാസം നമുക്ക് ഫീസ് തന്നു. നമ്മൾ 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തു. ലൈക്ക് ഒരു ഇന്റർവ്യൂവിൽ മോണിറ്റർ ചെയ്യുന്ന പോലെ അല്ലല്ലോ 3 മാസം മോണിറ്റർ ചെയ്തു. കൺസിസ്റ്റൻസി ഒന്നും കിട്ടൂല. അതെ അതെ. അപ്പൊ നമുക്ക് ഇച്ചിരൂടെ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ലൈക്ക് ഹീസ് കൺസിസ്റ്റന്റ്, കൺസ്റ്റന്റ്ലി പുട്ടിങ് എഫേർട്ട്, പ്രൊആക്റ്റീവ് ആണ്. അപ്പം ബേസിക്കലി ഇപ്പൊ ബ്ലൂ സ്റ്റീക്കിൽ കയറണമെങ്കിൽ ഒരു ഹാക്കാണ് അക്കാഡമിയിൽ വന്ന് പഠിക്കാന്നല്ലേ. എന്നിട്ട് അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ റിവ്യൂ നടന്നുകൊണ്ടേയിരിക്കും 3 മാസം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവിടുന്ന് ഒരാളെ പൊക്കും. അപ്പൊ ഇപ്പോഴത്തെ ഇതിന്റെ അകത്ത് എത്ര ആൾക്കാരൊക്കെ ബാച്ചിലില്ലേ? ഇപ്പൊ ഞങ്ങള് ക്ലാസ് റൂം തുടങ്ങിയപ്പോ ഞങ്ങളെ ലക്ഷ്യം 10 പേരെ ലിമിറ്റ് ചെയ്യാനായിരുന്നു, 5 എന്നുള്ളത് 10 ആക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അവസാനം നല്ലോണം ഡിമാൻഡ് കൂടി ഞങ്ങൾ 14 പേരെ കയറ്റേണ്ടി വന്നു. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്തു. കാരണം ഞങ്ങൾക്ക് അത്രയും പെട്ടെന്ന് സ്കെയിൽ ചെയ്യാൻ താല്പര്യമില്ല. ഞങ്ങളുടെ കരിക്കുലമാണ് ഞങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. കരിക്കുലം നമുക്ക് ഇവർക്ക് 14 പേർക്കും നമുക്ക് പ്രാക്ടിക്കലായിട്ട് വാല്യൂ വകുപ്പുണ്ടോ എന്ന് ഞങ്ങള് അപ്പൊ ഞങ്ങൾ പയ്യെ എക്സ്പാൻഡ് ചെയ്യുന്നുള്ളൂ. ആ വകുപ്പ് കണ്ടുപിടിച്ചാലും ആ SOP കണ്ടുപിടിക്കണം. 5 പേരുടെ SOP 14 പേർക്ക് വർക്ക്ഔട്ട് ആണെന്നില്ല. ക്ലയൻസും വേണ്ടേ? ക്ലയൻസിനെ അല്ല, ഞങ്ങൾ കൂടുതലും അവർക്ക് തന്നെ ഈ ഷോപ്പിഫൈ സൈറ്റ് അവരുണ്ടാക്കണം. ടീഷർട്ട് ഡിസൈൻ ചെയ്യണം അവർ മിഡ് ജേണി വെച്ചിട്ട് AI ടൂള്. എന്നിട്ട് അത് പ്രിന്റ് ചെയ്യിപ്പിക്കണം, അത് ഫോട്ടോഷൂട്ട് ചെയ്യണം, ആഡ് ഉണ്ടാക്കണം, UGC ആഡ് ഉണ്ടാക്കണം, ആഡ് റൺ ചെയ്യണം, റൺ ചെയ്തിട്ട് സെയിൽ കൊണ്ടുവരണം. ഇതാണ് ഒരു മൊഡ്യൂളാ. അപ്പൊ ഇത് 14 പേർക്ക് ചെയ്യണമെങ്കിൽ അതുപോലത്തെ എഫേർട്ട് വരും. ബേസിക്കലി 14 ഇപ്പൊ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അക്കാഡമിയുടെ കോൺട്രാക്ട് പറഞ്ഞു, ഒരു നല്ലൊരു മൈൽ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റുഡന്റ് ഇപ്പൊ 2 ആഴ്ച ആയിട്ടുള്ളൂ, ഒരു സ്റ്റുഡന്റ് സൂപ്പർ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ അയച്ചു തരാം, അത് നോക്കിയിട്ട് അത് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ആക്കാന്ന് പറഞ്ഞു. കഴിഞ്ഞ ബാച്ചിൽ ഒരു സൂപ്പർ ഷോപ്പിഫൈ വെബ്സൈറ്റ് ഒരാൾ ഉണ്ടാക്കിയായിരുന്നു. റൈറ്റ്. അപ്പൊ പ്രാക്ടിക്കൽ നോളജ്. അപ്പൊ നിങ്ങൾ മാസം എത്ര പേരാണ് കയറ്റണത്? മാസം നമുക്ക് 22 മോർണിംഗ് ബാച്ചും ഉണ്ട്, ഈവനിങ് ബാച്ചും ഉണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ 22 പേരെ കപ്പാസിറ്റി ഞങ്ങൾക്ക് ഇപ്പോഴും ഉള്ളൂ ക്ലാസ് ഉണ്ടാക്കിയിട്ട്. ഓക്കെ, വെരി നൈസ്. അപ്പൊ നിങ്ങളെ പ്രോബ്ലം ആണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നത്. അല്ല, എനിക്ക് കുറച്ച് ആൾക്കാരെ കിട്ടുമോ? എനിക്കൊരു എഡിറ്റർ വേണം, ഒരു ഡിസൈനർ വേണം, ഒരു ഡിജിറ്റൽ മാർക്കറ്റർ വേണം. ക്യാൻവയിലേ പഠിപ്പിക്കുന്നുള്ളൂ. അതാ, ക്യാൻവയില് സ്പീഡ് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? വീഡിയോ എഡിറ്റിംഗിലോട്ട് ഞങ്ങൾ കടന്നിട്ടില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് മെയിൻ ആയിട്ടുള്ള. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പെർഫെക്റ്റ് മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഡിസൈനിങ് കൂടി പഠിപ്പിക്കും അല്ലെങ്കിൽ? ക്യാൻവ ഡിസൈനിങ് പഠിപ്പിക്കും. ക്യാൻവയിൽ എങ്ങനെ ഒരു എന്താ ഹൈ പെർഫോമിംഗ് ആഡ് ഉണ്ടാക്കാൻ പറ്റും. കുറച്ചു നേരമായി പിടിച്ചേക്കണേ. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നത് ഇനിയും നമുക്ക് കുറെ ഒരുമിച്ച് വർക്ക് ചെയ്യാണ്ട്. ജെയ്സൺ കുറെ സാസ് ആപ്സ് ഒക്കെ വർക്ക് ചെയ്തിട്ടില്ല? അത് നമുക്ക് എനിക്കൊന്ന് വേറൊരു പോഡ്കാസ്റ്റ് ഇരിക്കാം. രണ്ട് പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റ് ഓൾറെഡി ഉണ്ട്, പ്രോംപ്റ്റർ. അത് ഞാൻ പിന്നെ ചോദിക്കാം. അതിന്റെ കഥ കേൾക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഇന്നിപ്പോ പോഡ്കാസ്റ്റ് തീരൂല. ജെയ്സൺ കോട്ടയത്തിന് കൊച്ചി വരെ വന്നു ഈ പോഡ്കാസ്റ്റ് ഇരുന്നു. പക്ഷെ ഞാൻ ജെയ്സനെ വിളിക്കാൻ കാരണം തന്നെ പോഡ്കാസ്റ്റ് വാല്യുബിൾ ആണോ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജെയ്സന്റെ ഒരു ജേർണി ഷെയർ ചെയ്തു, കാര്യമായിട്ട് ഷെയർ ചെയ്തു. എങ്ങനെ ലിങ്ക്ഡിൻ യൂസ് ചെയ്യാം, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അക്കാഡമി സ്കെയിൽ ചെയ്യുന്നത്, അതിന്റെ ഇടയിൽ കുറെ സ്റ്റോറീസ് പറഞ്ഞു. അപ്പം ഇറ്റ് വാസ് വെരി ഇൻസൈറ്റ്ഫുൾ. ഇതിനകത്ത് ഞാൻ എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് പറഞ്ഞു.